എൻ്റെ ജ്യേഷ്ഠനിൽ നിന്നും ആ വാർത്ത ഞാൻ അറിഞ്ഞത്. ഒരിക്കലും മാറില്ല എന്ന് ഡോക്ടർ വിധിയെഴുതിയ ക്യാൻസർ അത്രമേൽ അതിൻ്റെ വേരുകൾ മാറി പിളർന്ന് പന്തലിച്ചിരുന്നു. വേറെയും അവയവങ്ങളിലേക്കും അതിൻ്റെ വ്യാപ്തി ഉണ്ടത്രേ. അത് കാർന്നു തിന്നത് അമ്മിഞ്ഞ പാൽ തന്ന എന്നമ്മതൻ മാറിടത്തെയാണ്. നന്നേ കുഞ്ഞിലെ ഞാൻ കേട്ടിട്ടുണ്ട്, ജ്യേഷ്ഠന് പാൽ ചുരത്താൻ എന്നെ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. കാരണം അന്ന് അമ്മതൻ പാൽ നുകരുന്നിടം വിണ്ടിരുന്നു. പക്ഷേ പാൽ കുടിച്ചു വളർന്ന മക്കളെക്കാൾ കൂടുതൽ അമ്മിഞ്ഞ സ്നേഹം നുകർന്നതും ചേട്ടനാണ്. ടെസ്റ്റും ഹോസ്പിറ്റൽ ചെലവും ഏറുമ്പോൾ അമ്മതൻ മനം ചേട്ടനെ ഓർത്ത് വിങ്ങുന്നതും ഞാൻ കണ്ടു. തൻ്റെ ഇടത് കണ്ണിൻ്റെ കാഴ്ചയില്ലെന്ന സത്യം അറിഞ്ഞപ്പോഴും അമ്മതൻ മനസ്സ് കാശിനെ കാത്തിരുന്നു പറയാൻ. അറിഞ്ഞിട്ടും അതല്ല എന്ന് കരുതി ഇരുന്നും കിടന്നും എണ്ണിത്തീർത്ത നാളുകൾ. കീമോയും അതിനപ്പുറവും അതിൻ്റെ ക്ഷീണവും അമ്മയെ തളർത്തുമ്പോൾ തനിക്ക് ഇത്തിരി കഞ്ഞി കുടിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞത് ഓർക്കുന്നു. മരണത്തെ നേരിൽ കാണാൻ ഇനി ഇത്തിരി നാളുകളെ ഉള്ളെന്നറിയുമ്പോഴും 1000 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി കൊന്തമണികളിൽ ഉയർന്ന പ്രതീക്ഷിതൻ കൈവിരലുകൾ കണ്ട് എൻ്റെ മനം പിടഞ്ഞിരുന്നു. അതെ, 2018 ആഗസ്റ്റ് മാസം നാട് പ്രളയത്തിൽ അമർന്ന ദിനങ്ങൾ. ഒന്നും അറിയാതെ പുഞ്ചിരി പൊഴിയുന്ന എൻ്റെ അമ്മതൻ മുഖം ഇനി കാണുമോ എന്നോർത്ത് എൻ്റെ മനസ്സ് പിടഞ്ഞു. എന്തായാലും മരണമുണ്ടെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. എന്നാൽ അതിന് നല്ല ഇടം വീട്ടിലെ തെക്കേ മുറി തന്നെ ആകട്ടെ എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞപ്പോഴും അന്ത്യദിനത്തിലെ രക്തം പുരണ്ട നാവുകൾ ഇത്രമേൽ ഭീകരമാവുമെന്ന് കരുതിയില്ല. അമ്മയ്ക്ക് നിത്യജീവൻ കിട്ടിയിരിക്കും ആ മരണത്തിലൂടെ എന്ന് അത് കണ്ട് ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു. അന്തിമാം ചുംബനം നൽകുമ്പോഴും ജ്യേഷ്ഠൻ്റെ കണ്ണിൽ നിന്നും ഒടുങ്ങാത്ത പ്രളയം അണപൊട്ടി ഒഴുകുന്നതും കണ്ടു ഞാൻ. സഹനത്തിന് പുത്രിയാം എന്നമ്മ സ്വർഗത്തിൽ ഞങ്ങൾക്കായി ഉണ്ടെന്ന സത്യം ഉൾക്കൊണ്ട് ഞാൻ എൻ്റെ ദിനങ്ങൾ തീർത്തിടുന്നു.